എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ലിസ് പൻപുറത്താണ് മാനുസ്റ്റേഷൻ കൊച്ചു ഫാമിലി വെളുത്തു കൊച്ചു. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പണത്തെക്കുറിച്ചാണ്. എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? കൈ നിറയെ ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹിക്കും. ആഗ്രഹിച്ച പോലെ കയ്യിൽ അത് വന്ന് ആവശ്യത്തിനനുസരിച്ച് ചിലവാക്കാൻ കഴിഞ്ഞാലും എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പണം നമ്മളിലേക്ക് വന്ന് ചേരാറില്ല എന്നുള്ളതാണ് സത്യം. വന്നാൽ തന്നെ അത് നിലനിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കല്യാണം വന്നോ മരണം വന്നോ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസ വന്നു കഴിയുമ്പം അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് അത് തീർന്നു പോകും. ഞാൻ ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ 2-3 പാർട്ടായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് വളരെ കൂടുതലായിട്ട് നിങ്ങളോട് പറയാനുണ്ട്. അപ്പം 2-3 പാർട്ടായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഈ നമ്മുടെ കയ്യിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് ഇച്ചിരി പൈസ ഉണ്ടായി കഴിയുമ്പോൾ ഏതെങ്കിലും വഴിക്ക് അത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വിചാരിക്കും എനിക്കിങ്ങനെയാണ്, എപ്പോൾ എൻ്റെ കയ്യിൽ പൈസ വന്നാലും ഇങ്ങനെ തന്നെയൊക്കെ വരുള്ളൂ. നമുക്കൊന്നും പണം പറഞ്ഞിട്ടുള്ളതല്ല, അതൊക്കെ വലിയ പണക്കാർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. തട്ടിപ്പും വെട്ടിപ്പും നടത്തി കൊള്ളയും കരിഞ്ഞിട്ടൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പണം. എനിക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഇതായിരിക്കും നമ്മുടെ മനസ്സിൽ വിചാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. മണി ഈസ് എ എനർജി. മണി ഒരു എനർജിയാണ്, വെറും എനർജി അല്ലത്, ഒരു മാഗ്നറ്റിക് എനർജിയാണ്. ഒരു കാന്തം ഒരു പച്ചിരുമ്പിനെ ആകർഷിക്കുന്ന കണ്ടിട്ടില്ലേ? ഇരുമ്പ് എവിടെ കിടന്നാലും ആ കാന്തം അത് ആകർഷിക്കുന്നതിനെ. അതുപോലെ നമ്മുടെ മനസ്സിൽ മണിയെക്കുറിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, മണിയെക്കുറിച്ച് നല്ല ചിന്തകളുണ്ടെങ്കിൽ, മണിക്ക് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളിലേക്ക് ആകർഷിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട്, അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലരുടെ കയ്യിലും പണം നിൽക്കാത്തതും പലർക്കും പണം ഇല്ലാത്തതും. വെറുതെ ആഗ്രഹിക്കും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ടാകുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബൈബിളിലൊരു വചനം പറയും കേട്ടോ, എന്താണെന്നറിയാമോ? ഇല്ലാത്തവനിൽ നിന്ന് അവൻ്റെ കയ്യിലുള്ളതും കൂടി ഞാൻ എടുത്തു കളയും, ഉള്ളവന് ഞാൻ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? നന്ദി ഉള്ളവന് വീണ്ടും 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 നൽകിക്കൊണ്ടിരിക്കും. നന്ദി ഇല്ലാത്തവനോ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതും കൂടി എടുത്തു കളയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അങ്ങനെയെന്ന് വിചാരിക്കും. കാരണം നന്ദി എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതത്ര വളരെ ആഴമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വികാരമാണ് നന്ദി ഉണ്ടാവണം എന്നുള്ളത്. ദൈവം പോലും, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം പോലും ആഗ്രഹിക്കുന്നത് എല്ലാ വ്യക്തികൾക്കും നന്ദി ഉണ്ടാവണം എന്നാണ്. കാരണം ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് നന്ദി മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തോട് നന്ദി കാണിക്കുമ്പം നമ്മൾ കാണിക്കുന്ന ആ നന്ദി ദൈവം മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അവരെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും, അവർക്കായിട്ട് അത് വിധിച്ച് നൽകുകയും ചെയ്യും. ഇപ്പോൾ വലിയ വലിയ പണക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ ഒന്നിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. കാരണം അവർക്ക് കോടികളുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കൊരു 1000-5000 രൂപയുടെ ഒരു വിലയെ അവർക്ക് തോന്നുള്ളൂ. കാരണം അവരുടെ കയ്യിൽ കോടികളാണ് ഇരിക്കുന്നത്. അവർക്ക് അളവില്ലാത്ത ഒത്തിരി പണമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പണത്തോട് അവർക്ക് നന്ദി ഉള്ളത് കൊണ്ട് ആ ദൈവം അവർക്ക് വീണ്ടും വീണ്ടും നൽകും. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന പണം അവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇന്നത്തെ നിലയിലെത്തുന്നത്. നമുക്കിപ്പോൾ ഇന്നത്തെ നിലയിൽ കാണുന്ന അവരെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. നമുക്ക് അല്ലാതെ അവർ പണക്കാരാണ്, അവരുടെ കയ്യിൽ ഇത്ര കോടി ഉണ്ടെന്ന് മാത്രം നമുക്കറിയത്തുള്ളൂ. അവരൊരു നേരം ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ റൂമിൽ കിടന്ന് തെരുവിലെ ബെഞ്ചുകളിലും കിടന്നുറങ്ങി ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനൊക്കെ കിടന്നുറങ്ങി പാത്രം കഴുകി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഇന്നത്തെ നിലയിലെത്തുന്നത്. പക്ഷെ നമ്മളവരെ കാണുമ്പം അവർ വലിയ പണക്കാരാണ്. പക്ഷെ അവർക്ക് കിട്ടിയ ആ ദൈവം അവരെ അനുഗ്രഹിച്ച് നൽകിയ ആ അനുഗ്രഹിച്ച് നൽകിയ ആ പണം കൊണ്ട് ദൈവത്തോട് തന്നെ അവർ നന്ദി കാണിക്കുകയും വീണ്ടും 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 അവർ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ലോകം മുഴുവനുള്ള വലിയ ഈ ബിസിനസ്സുകാർ അവർക്കൊരു നിയമമുണ്ട്, ഒരു അലിഖിത നിയമമുണ്ട്. അവർ ഉണ്ടാക്കുന്ന അവർക്ക് ഒന്ന് നിലനിന്ന് വരാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്നതിൻ്റെ ഒരു 60 അല്ലെങ്കിൽ 70% അവരെടുത്തിട്ട്, ചിലപ്പോൾ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുമായിരിക്കും കേട്ടോ, ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു 60-70% അവരെടുത്തിട്ട് ബാക്കി അല്ലെങ്കിൽ ഒരു 90% അവരെടുക്കും.
അവരെടുത്തിട്ട് ബാക്കി 10% അവർ ദാനം ചെയ്യും. പക്ഷേ അവർക്ക് കോടികൾ അവരുടെ കയ്യിൽ വന്ന് അവരാഗ്രഹിക്കുന്ന എല്ലാ സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിച്ച് അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, എന്താവശ്യത്തിനും പണം ഉണ്ടെന്നുള്ളൊരവസ്ഥ വന്നു കഴിയുമ്പം അവർ 10% എടുത്തിട്ട് ബാക്കി 90% അവർ ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ എല്ലാ സമ്പന്നന്മാരും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള സമ്പന്നന്മാരും ലോകത്തിലുള്ള സമ്പന്നന്മാർ അതൊരു അലിഖിത നിയമമാണ്. അവരുടെ സമ്പന്നന്മാരും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മൾ നോക്കിക്കഴിയുമ്പം വീണ്ടും വീണ്ടും അവർ വീണ്ടും 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 സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ പറയും, അവനൊക്കെ പോകുന്ന പോക്ക് കണ്ടില്ലേ, അവൻ്റെയൊക്കെ കയ്യിൽ എന്തുമാത്രം പണമാണ്, ഇതൊക്കെ അവൻ കള്ളത്തരത്തിലും കട്ടും പിടിച്ചു പറിച്ചും കള്ളക്കടത്ത് നടത്തിയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് നമ്മൾ പറയും. പക്ഷെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയായിരിക്കും. എങ്ങനെ വരുന്നു ഏത് വരുന്നതെന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ പണക്കാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കുറ്റം പറയുമ്പം അതിനൊരു പോരായ്മയുണ്ട്. അത് നമ്മളിലേക്ക് തന്നെയാണ് അത് തിരികെ വരുന്നത്. നമ്മൾ എത്ര വിചാരിച്ചാലും ആ പണം നമ്മളിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും എത്തിച്ചേരത്തില്ല. പക്ഷെ നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ സമ്പന്നന്മാരിങ്ങനെ വീണ്ടും 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 സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ എന്താ ചിന്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമ്പന്നന്മാരെയും നന്ദിയോടുകൂടി ഓർക്കുക. കാരണം അവരുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും പട്ടിണിപ്പാവങ്ങളില്ലാതെ അവർക്ക് ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാൻ പറ്റുന്നത് അവരുള്ളത് കൊണ്ടാണ്. നമ്മൾ അറിയുന്നില്ലല്ലോ, കോടാനുകോടി രൂപയാണ് അവർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെല്ലാം കഴിഞ്ഞു, അവരാഗ്രഹിക്കുന്ന എല്ലാവരും നേടിയെടുത്തു. അവർക്കിനി പണത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് അവർ 10% എടുത്തിട്ട് ബാക്കി 90% ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ വിതരണം ചെയ്യും. അപ്പോൾ അവരെയൊക്കെ നോക്കി നമ്മൾ മോശമായിട്ട് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത് നമ്മൾ പഠിക്കേണ്ട കാര്യം. അവരെയൊക്കെ ഓർത്ത് നമ്മുടെ മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കേണ്ടത്, എനിക്കും ഇവരെ പോലെ ആകാൻ സാധിച്ചില്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും എനിക്കാകാൻ സാധിക്കുന്നതിന് ദൈവമേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി കാര്യങ്ങൾ അതോടുകൂടി തീരും. നമ്മളിലേക്ക് തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുത്താൽ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് പണം എത്തിച്ചേരാൻ വേണ്ടി തുടങ്ങും. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മണിയെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ 2-3 വീഡിയോ മണിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ 1 രൂപയുള്ളോ അത് കയ്യിലെടുത്തിട്ട് ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ മണിക്ക് നമ്മൾ നന്ദി പറയുക. അതുപോലെ തന്നെ പണം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴും സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുക. തീർച്ചയായിട്ടും ഈ ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മെല്ലെ 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 മാറി വരാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓർക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനെങ്കിലും നിങ്ങൾ ശ്രമിച്ച് നോക്കുക. അപ്പം ഞാനൊക്കെ അത് ചെയ്തിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് ഞാനൊക്കെ അത് ചെയ്ത് അവരൊക്കെ പറയും പോലെ തന്നെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തരുമ്പോൾ തന്നെ ഞാനൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നേടാൻ സാധിച്ചത്. നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലെങ്കിലും മെല്ലെ 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 നമുക്ക് നമ്മുടെ സ്വഭാവം രീതികളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്നത്. പെട്ടെന്നൊന്നും ചാടി അങ്ങ് ചെന്നിട്ടൊന്നും ആരെയും മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.